ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് സെക്കൻഡ് മോഡ്യൂളിലേക്ക് കിടക്കാം. ഫസ്റ്റ് മോഡ്യൂൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആരും ഇതുവരെ ഒരു ഡൗട്ട്സ് പോലും ചോദിച്ചിട്ടില്ല. അതിന് എല്ലാവർക്കും മനസ്സിലായത് കൊണ്ടാണോ അതോ ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടാണോ ഒന്നും അറിയില്ല. എന്തായാലും ഓക്കെ, നമുക്ക് മൊഡ്യൂൾ 2ലേക്ക് കിടക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ 2ൻ്റെ ടോപ്പിക്ക് മൊഡ്യൂൾ 2നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊരു ഫസ്റ്റ് പോർഷൻ ഫ്രിക്ഷനാണ്. ഫസ്റ്റ് പോർഷൻ രണ്ടായിട്ട് തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഫ്രിക്ഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. ഫ്രിക്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പണ്ട് തൊട്ടേ +2 പഠിക്കുമ്പോഴേ ഫ്രിക്ഷൻ കേട്ടിട്ടുണ്ട്. ഫ്രിക്ഷൻ എന്താണ്? നമ്മളൊരു മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു ബോഡിയുടെ മൂവ്മെൻറ്റിനുള്ള തടസ്സമാണ് ഫ്രിക്ഷൻ. ബോഡിയുടെ ഫ്രീ മൂവ്മെൻറ്റിനുള്ള തടസ്സമാണ് ഫ്രിക്ഷൻ. ഈ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് ബോഡി കണ്ടിന്യൂസ് ആയി മൂവ് ചെയ്ത് പോകാത്തത്. ഒരിടത്ത് നിൽക്കുന്നത് ബോഡിയും സർഫേസും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ബോഡി മൂവ് ചെയ്യാത്തത്. ഇപ്പം നമ്മളുടെ കാര്യം തന്നെ, നമ്മൾ നടക്കുമ്പോഴൊന്നും വീഴാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ബോഡിയും സർഫസുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കാലും സർഫസുമായിട്ട് ഒരു ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീഴാത്തത്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കിടക്കുമ്പോൾ തെന്നിക്കിടക്കുമ്പോൾ അവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കും. നമ്മൾ തെന്നിയടിച്ച് വീഴുന്നത് അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ വണ്ടി, കാറും ബൈക്കും ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ടയറും റോഡും തമ്മിലുള്ളൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് അത് സ്റ്റോപ്പ് ആവുന്നത്. പിന്നെ നമ്മളൊരു ബോൾ എടുത്ത് ഉരുട്ടി വിടുക. അത് കുറേ ദൂരം ഉരുട്ടി കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആവത്തില്ലേ, ബോൾ നിൽക്കും. അതും ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടാണ്. ആ ബോളും സർഫസും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടാണ് കുറേ ദൂരം പോകുമ്പം അത് നിൽക്കുന്നത്. ഇതെല്ലാം എന്താണ്, ഫ്രിക്ഷൻ്റെ എക്സാമ്പിളാണ്. ഇപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മളിപ്പോൾ ഒരു റെക്റ്റാങ്കുലർ സർഫസ് എടുക്കുക, ഒരു റൗണ്ട് സർഫസ് എടുക്കുക. ഏതിനായിരിക്കും ഫ്രിക്ഷൻ കൂടുതൽ? തീർച്ചയായിട്ടും അതിന് റെക്റ്റാങ്കുലർ സർഫസിനായിരിക്കും ഫ്രിക്ഷൻ കൂടുതൽ. കാരണം എന്താ? ഇപ്പോൾ നമ്മൾ റെക്റ്റാങ്കുലർ പീസും ഒരു ബോളും എടുത്തോ, ഒരു സെയിം മെറ്റീരിയൽ തന്നെ, തടിയുടെ തന്നെ റെക്റ്റാങ്കുലർ പീസും തടിയുടെ തന്നെ ഒരു ബോളും എടുക്കുക. ഈ റെക്റ്റാങ്കുലർ പീസ് തള്ളി വിട്ട് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുമോ? കുറച്ച് നേരം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അനുസരിച്ച് കുറച്ച് നേരം മൂവ് ചെയ്തിട്ട് നിൽക്കും. പക്ഷെ ആ സെയിം ഫോഴ്സ് തന്നെ നമ്മൾ ഒരു സർക്കിൾ അല്ലെങ്കിൽ ബോളിന് കൊടുത്താലോ, ബോള് കൂടുതൽ ദൂരം പോയിട്ടേ അത് സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. അവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കും. കാരണം സർഫസ് ഏരിയ കുറവാണ്. അതായത് നമ്മുടെ ഗ്രൗണ്ടുമായിട്ടുള്ള സർഫസ് ഏരിയ കുറവായതുകൊണ്ടാണ് അവിടെ ഫ്രിക്ഷൻ ആ ബോളിന് കുറവ്. ഓക്കെ, ഇനി ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം ഫ്രിക്ഷൻ്റെ. വെനെവർ എ ബോഡി മൂവ്സ് ഓർ ടെൻസ് ടു മൂവ് ഓവർ അനദർ ബോഡി, എ ഫോഴ്സ് ഓപ്പോസിറ്റ് to the direction in which the body moves or tends to move is developed at the contact surface. This force is called frictional force or simply friction. അതായത് ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ, ഒരു ബോഡിയുടെ മുകളിൽ, അതായത് സർഫസിന് മുകളിൽ തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ബോഡിയുടെ മുകളിലായിട്ട് ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത്, ആ ബോഡി മൂവ് ചെയ്യുന്നത്, ആ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുണ്ട്. ബാക്കി വായിച്ചേ. ദ മെയിൻ കോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ദ സർഫസ് റഫ്നെസ്. ഈ സർഫസ് റഫ്നെസ് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ മഴ പെയ്ത് കിടക്കുമ്പോൾ സർഫസ് വളരെ സ്മൂത്ത് ആണെങ്കിൽ, സ്ലിപ്പറി ആണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കും. ഓക്കെ, ഈ പെർഫെക്റ്റ്ലി സ്മൂത്ത് ആവുന്ന കണ്ടീഷനിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് 0 ആകുന്നത്. Okay, the frictional force has a remarkable property of adjusting itself in magnitude to the force tending the motion. When the force tending the motion increases, the frictional forces increases. But there is a limit beyond which the magnitude of this frictional force cannot be increased. This maximum value of friction is known as limiting friction, which is a frictional when the motion is impending. അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു കുറച്ച് ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ബോഡി മൂവ് ചെയ്യുമെന്ന്. അന്ന് ആ ബോഡി മൂവ് ചെയ്യാതെ എത്തുന്ന പൊസിഷനാണ് എന്ത്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആ ബോഡിയെ മൂവ് ചെയ്യാൻ പ്രാപ്തമല്ല. അതായത് ആ ബോഡി റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫ്രിക്ഷൻ വളരെ കൂടുതലാണ്. അതിനെയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷനെക്കാട്ടി കൂടുതലായിട്ടുള്ള ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ബോഡി മൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷനെക്കാട്ടി കുറവാണെങ്കിൽ ആ ബോഡി റെസ്റ്റിൽ തന്നെ ആയിരിക്കും. ഇപ്പം നോക്ക്, ഇപ്പം നമ്മൾ വീട്ടിലിപ്പോൾ ഫ്രണ്ടിൽ എന്താ ലാപ്ടോപ്പാണ് നിങ്ങളുടെ ഇരിക്കുന്നതെങ്കിൽ അതിന് ചെറിയൊരു ഫോഴ്സ്, ഒരു വിരൽ കൊണ്ടൊന്ന് തള്ളി നോക്കും, ആ ലാപ്ടോപ്പ് നീങ്ങത്തില്ല, ഫ്രിക്ഷനുണ്ട്. പക്ഷെ നമ്മൾ ആ കൈ ഫുള്ളെടുത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി മൂവ് ചെയ്യും, ആ ലാപ്ടോപ്പ് മൂവ് ചെയ്യും. അപ്പോൾ ആ ചെറിയ വിരൽ കൊണ്ട് നമ്മൾ കൊടുത്ത ഫോഴ്സാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, അന്നാണ് മൂവ് ചെയ്യാത്തത്. ആ ലിമിറ്റിംഗ് ഫ്രിക്ഷനെ ഓവർകം ചെയ്യുന്ന ഫോഴ്സാണ് നമ്മളെ കൈ ഫുള്ളായിട്ട് കൊടുക്കുമ്പോൾ ബോഡി മൂവ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം? സിമ്പിളാണ്. ഇനി അതിൻ്റെ കുറേ ടേംസും കാര്യങ്ങളും ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് ടോപ്പിക്കാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, നമ്മൾ ഡ്രൈ ഫ്രിക്ഷനാണ് ഈ പഠിക്കുന്നതെല്ലാം കേട്ടോ, അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രൈ ഫ്രിക്ഷനാണ്. ഓക്കെ, അത് വിട്ടേരെ, അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ, അത് ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ വെച്ചിട്ടാണ്. നമ്മൾ പണ്ട് തൊട്ട് കേൾക്കുന്നതായിരിക്കുമല്ലോ. It is experimentally found that the magnitude of friction P is a constant ratio to the normal reaction between the two surfaces. That is, limiting friction is proportional to the normal reaction at any contact surface. This constant of proportionality is called coefficient of friction. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എഫ് ആണെങ്കിൽ നമ്മളൊരു ബോഡി ഒരു സർഫസിൽ ഇരിക്കുമ്പം അവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടല്ലോ, ഒരു നോർമൽ റിയാക്ഷൻ സർഫസുമായിട്ട് ഡെവലപ്പ് ചെയ്യുമല്ലോ. ആ നോർമൽ റിയാക്ഷനെ നമ്മൾ ക്യാപിറ്റൽ ആർ എൻ വെച്ച് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എഫും നോർമൽ റിയാക്ഷൻ ആർ എന്നുമാണെങ്കിൽ ദെൻ എഫ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ആർ എൻ ആയിരിക്കും. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാൻ ഉപയോഗിക്കുന്ന ടേമാണ് മ്യൂ. എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ആർ എൻ. ആ മ്യൂവിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ് ഇസ് മ്യൂ ഇസ് ഈക്വൽ ടു എഫ് ബൈ ആർ എൻ. ഇത് പഠിച്ചിരിക്കണം. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് മ്യൂ ഇസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ ദ നോർമൽ റിയാക്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പറയുന്ന തിയറി എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും അത് പഠിച്ചിരിക്കണേ. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഇസ് ഈക്വൽ ടു എഫ് ബൈ ആർ എൻ. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് ഫൈ വെച്ചിട്ടാണ്. ഫൈ ഫിഗറിൽ കാണുന്നുണ്ടല്ലോ. ഇറ്റ് ഇസ് ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ അറ്റ് ദ കോണ്ടാക്ട് സർഫേസ് ആൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതായത് ആംഗിൾ ബിറ്റ്വീൻ ഈ റിസൾട്ടൻ്റ് അതായത് നോർമൽ റിയാക്ഷനും ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷനും തമ്മിലുള്ള റിസൾട്ടൻ്റാണ് ഈ ക്യാപിറ്റൽ ആർ വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ആർ എൻ ആണ് നോർമൽ റിയാക്ഷൻ, എഫ് ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റാണ് ഈ ക്യാപിറ്റൽ ആർ. ഈ റിസൾട്ടൻറ്റും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. കണ്ടോ, ഫിഗർ വരുമ്പോൾ നോക്കണം. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു ബോഡി ഇരിക്കുകയാണെങ്കിൽ അതിന് സർഫസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ ആണല്ലോ ഈ ആർ എൻ. ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്, ഇപ്പോൾ ബോഡി റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ടൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ റിസൾട്ടൻ്റാണ് ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആറും ആർ എനും തമ്മിലുള്ള ആംഗിളാണ് ഫൈ. അപ്പോൾ ടാൻ ഫൈ ഇസിക്കൽ എഫ് ബൈ ആർ എൻ. എഫ് ഈസ് ഓൾസോ മ്യൂ ആർ എൻ. നമുക്ക് കഴിഞ്ഞ ഇതിൽ കിട്ടിയായിരുന്നു എഫ് ഇസിക്കൽ മ്യൂ ആർ എൻ എന്നുള്ളത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ടാൻ ഫൈ ഇസിക്കൽ മ്യൂ എന്ന് കിട്ടും. ദെർഫോർ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ഫൈ ഇസിക്കൽ ടു ടാൻ ഇൻവേഴ്സ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഇപ്പോൾ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ പ്രോബ്ലത്തിൽ തരികയാണെങ്കിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അത് അല്ല, ഇനി ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ് കോഎഫിഷ്യൻ്റിൽ ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും കണ്ടുപിടിക്കാൻ പറ്റും. ടാൻ ഓഫ് ഫൈ എടുത്താൽ മതി. ക്ലിയർ ആണല്ലോ? അതായത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഫൈ ഈസ് ഇസിക്കൽ ടു ടാൻ ഇൻവേഴ്സ് മ്യൂ, ടാൻ ഇൻവേഴ്സ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ആംഗിൾ ഓഫ് റീപോസ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻ നോക്കുക. ഇറ്റ് ഈസ് എ മാക്സിമം ഇൻക്ലിനേഷൻ ഓഫ് എ പ്ലെയിൻ ഓൺ വിച്ച് ദ ബോഡി ക്യാൻ റീപോസ് വിത്തൗട്ട് അപ്ലൈയിങ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ,
ഇവിടെ കാണിച്ചിരിക്കുന്ന ആൽഫയാണ് ഈ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ സഹായമില്ലാതെ ഇരിക്കാൻ പറ്റുന്ന എത്രത്തോളം ഇൻക്ലിനേഷൻ കൊടുക്കാൻ പറ്റുന്നോ അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ ഒരു ബോഡി ഇരിക്കുകയാണെങ്കിൽ ഇതിന് എന്തൊക്കെ റിയാക്ഷൻ ഉണ്ട് ഈ ഇൻക്ലൈൻഡ് ഫോഴ്സിൽ? ഒരു നോർമൽ റിയാക്ഷൻ RN ഉണ്ടല്ലോ, ഈ ബോഡിയും ഈ സർഫസുമായിട്ട് മേക്കുന്ന നോർമൽ റിയാക്ഷൻ RN. ഈ ബോഡി താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. നോക്കി, ഇങ്ങനെ ഒരു സ്ലോപ്പിൽ ബോഡി ഇരിക്കുകയാണെങ്കിൽ ബോഡി താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിലൊരു ഫോഴ്സ് ഉണ്ട്, അതാണ് μRN. പിന്നെ ഈ ബോഡിക്ക് ഒരു സെൽഫ് വെയിറ്റ് ഉണ്ട് താഴേക്ക്, അത് W. സംശയമൊന്നുമില്ലല്ലോ ഇവിടെ എന്തൊക്കെ ഫോഴ്സ് ഉണ്ടെന്ന്. ഇതൊരു ഇൻക്ലൈൻഡ് സർഫസ് ആണെങ്കിൽ ഈ ഇൻക്ലൈൻഡ് സർഫസും ബോഡിയുമായിട്ട് മേക്കുന്ന നോർമൽ റിയാക്ഷൻ RN ഉണ്ട്. ഈ ബോഡി വെർട്ടിക്കലായിട്ട് താഴേക്ക് മേക്ക് ചെയ്യുന്ന ഒരു സെൽഫ് വെയിറ്റ് W ഉണ്ട്. പിന്നെ ബോഡി ഇൻക്ലൈൻഡ് സർഫസ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു μRN ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മളിവിടെ ഇൻക്ലൈൻഡ് സർഫസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് പെർപെൻഡിക്കുലറും ഇത് ഹൊറിസോണ്ടലുമായിട്ട് എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ W നമ്മൾ റിസോൾവ് ചെയ്തിരിക്കുന്നത്. W നേരെ വെർട്ടിക്കൽ താഴോട്ടാണ്, നമ്മൾ ഇൻക്ലൈൻഡ് സർഫസാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ W റിസോൾവ് ചെയ്യണം, W കോസ് ആൽഫയും W സൈൻ ആൽഫയായിട്ട്. കാരണം എന്താണെന്ന് പറയാമോ? എന്തുകൊണ്ടാണ് ഈ വെർട്ടിക്കൽ കോസ് ആൽഫ ആയത്? അതിൻ്റെ അർത്ഥം എന്താ? ഈ വെർട്ടിക്കലും ഈ W ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ, അതുകൊണ്ടാണ് ആയത്. പക്ഷെ നമുക്ക് ആൽഫ ഇത് ഇവിടെ തന്നിട്ടുള്ളൂ. ഇവിടെ വെർട്ടിക്കൽ ആവണമെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ആംഗിൾ ആൽഫ കിട്ടണം. അതെങ്ങനെ കിട്ടുമെന്നറിയോ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അതെങ്ങനെയാണ് പറഞ്ഞില്ല, പറയാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ആൽഫ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്ക്, when motion impends the frictional force F is equal to mu into Rn. Resolving the forces along the inclined plane, mu Rn minus W sin alpha is equal to 0. Mu Rn is equal to W sin alpha. Resolving the forces perpendicular to the inclined plane എന്തൊക്കെയാണ്? Rn മൈനസ് W കോസ് ആൽഫയാണുള്ളത്. അത് ചെയ്യുമ്പോൾ Rn is equal to W കോസ് ആൽഫ എന്ന് കിട്ടും. ഈ W കോസ് ആൽഫ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore mu W cos alpha is equal to W sin theta. Tan ഇവിടെ അങ്ങോട്ട് എടുക്കുമ്പോൾ tan alpha is equal to mu tan phi എന്ന് കിട്ടും. അതായത് tan alpha is equal to mu എന്ന് കിട്ടും നമുക്കിവിടെ. അതായത് ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക, ഈ W ക്യാൻസൽ ആയി പോവും. ഈ tan alpha ഇവിടെ കിട്ടും is equal to mu. നമുക്ക് നേരത്തെ കിട്ടി mu is equal to എന്താണ്? tan phi. ഇപ്പോൾ ടാനും ടാനും ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഈസ് ഈക്വൽ ടു ഫൈ തന്നെ കിട്ടും. അതായത് ആംഗിൾ ഓഫ് റീപോസ് ഈസ് സെയിം ആസ് ഓർ ആംഗിൾ ഓഫ് റീപോസ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദി ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് റീപോസും ആംഗിൾ ഓഫ് ഫ്രിക്ഷനും സെയിം ആണെന്ന് നമുക്ക് കിട്ടി. ഇനിയും മനസ്സിലായോ എങ്ങനെ ഇവിടെ ആൽഫ വന്നതെന്ന്? ഇവിടെ വരുന്ന വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിന് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ്, അതായത് ഫൈ. ഇപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ എന്താണ്? ഈ വെർട്ടിക്കലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫൈ ആണ്. ഫൈയും ആൽഫയും സെയിം ആയതുകൊണ്ടാണ് W കോസ് ആൽഫന് വന്നത്. ഓക്കെ, അതായത് ഇവിടെ നോക്കി, ഇവിടെ ഫൈ ആണ് തന്നിരിക്കുന്നത്, ആ ആംഗിളാണ് വെർട്ടിക്കലോട്ട് മേക്ക് ചെയ്യുന്നത്. നമുക്ക് ആൽഫ ഈസ് ഈക്വൽ ടു ഫൈ എന്ന് തന്നെ കിട്ടും. Therefore ആംഗിൾ ഓഫ് റീപോസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇത് ഉറപ്പായിട്ടും പഠിച്ചു വച്ചിരിക്കണം. ആംഗിൾ ഓഫ് റീപോസ്, അതായത് ആൽഫ റീപോസ് എന്ന് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലിനേഷനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അതും ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ ഇവിടെ വരുന്ന ആംഗിളാണ്. അത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ. Okay, consider the limiting equilibrium of a body kept at an horizontal surface. P be the applied force and Rn be the normal reaction. The frictional force F is equal to mu Rn. The resultant of limiting friction and normal is R. It make an angle of friction phi. When the direction of external force is changed, the direction of resultant also changes.
but the angle between the normal reaction and the resultant force will be same. അതായത് പറഞ്ഞിരിക്കുന്നത് ഒരു ബോഡി ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ റെസ്റ്റ് ചെയ്തേക്കായിട്ട് അസ്യൂം ചെയ്തേക്കാണ്. ഓക്കെ, ഈ ബോഡി വെയിറ്റ് W ഉണ്ട്, ഇവിടുന്ന് ഫോഴ്സ് P ലെഫ്റ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊരു നോർമൽ റിയാക്ഷൻ അപ്വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ബോഡി ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് μRN ഉണ്ട്. μRൻ്റെയും ഈ നോർമൽ റിയാക്ഷൻ ആറിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ആണ് R. നമ്മൾ നേരത്തെ പറഞ്ഞു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ φ എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ടൻറ്റും നോർമൽ റിയാക്ഷനും മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അത് RN കിട്ടി, φ കിട്ടി. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനിയും നമ്മൾ ഈ ഫോഴ്സിനെ റിവേഴ്സ് ചെയ്തു. അതായത് P ലെഫ്റ്റിലേക്ക് കൊടുത്തിരിക്കുന്ന P നേരെ തിരിച്ച് റൈറ്റിലേക്ക് കൊടുത്തു. അപ്പോഴും ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. φ തന്നെയാണ് ഇവിടെ വരുന്ന ആംഗിൾ, റിസൾട്ടൻ്റ് അപ്പുറത്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇത് കറങ്ങി വന്നാൽ കണ്ട ഈ റൈറ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു കോൺ നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Thus, when the direction of external force is gradually changed through 360 degree, the resultant R generates a circular cone with a semi-cone angle equal to phi. ഒരു സർക്കുലർ കോൺ ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ സെമി ആംഗിളാണ് φ. പിന്നെ അതിൻ്റെ റേഡിയസ് μRN കിട്ടും, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ്. ദിസ് ഈസ് കോൾഡ് ഫ്രിക്ഷണൽ കോൺ ഓർ കോൺ ഓഫ് ഫ്രിക്ഷൻ. ദ ആക്സിസ് ഓഫ് കോൺ വിൽ ബി നോർമൽ ടു ദ റിയാക്ഷൻ and the generators and the resultant force and base radius equal to limiting frictional force μRN. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലോസ് ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലോസ് ഓഫ് ഡ്രൈ ഫ്രിക്ഷൻ. 6 ലോസ് ഉണ്ട് ലോസ് ഓഫ് ഡ്രൈ ഫ്രിക്ഷൻ എല്ലാത്തിൽ. ദ ഫസ്റ്റ് വൺ, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓൾവേസ് ആക്ട് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ദ ഡയറക്ഷൻ വിച്ച് ദ ബോഡി മൂവ്സ് ഓർ ടെൻസ് ടു മൂവ്. അതായത് നമ്മൾ പറഞ്ഞു ഒരു ഫോഴ്സ് ഏത് ഡയറക്ഷനാണ് കൊടുക്കുന്നത്, ലെഫ്റ്റിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ബോഡി ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ റൈറ്റിലേക്കായിരിക്കും. തിരിച്ച് ബോഡി റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ μRN ലെഫ്റ്റിലേക്കായിരിക്കും. സെക്കൻഡ് വൺ, ടിൽ ദ ലിമിറ്റിംഗ് വാല്യൂ ഇസ് റീച്ച്ഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ദ ഫോഴ്സ് വിച്ച് ടെൻസ് ടു മൂവ് ദ ബോഡി. ഓക്കെ, ലിമിറ്റിംഗ് വാല്യൂ കഴിഞ്ഞാലേ മൂവ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും എന്ന്. Third one, the magnitude of limiting friction behaves a constant ratio to the normal reaction between two contact surface. അതാണ് പറഞ്ഞത് F is proportional to RN പറഞ്ഞത്. Fourth one, the force of friction depends on the roughness of surface. Okay, force of friction, സർഫസ് കുറവുള്ളിടത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവായിരിക്കും. അതായത് സർഫസ് സ്മൂത്ത് ആവുന്നതനുസരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവായിരിക്കും. സർഫസ് റഫ്നെസ് കൂടുതലുള്ള കേസിൽ ഫ്രിക്ഷണൽ ഫോഴ്സും കൂടുതലായിരിക്കും. Fifth one, the force of friction is independent of the area of contact between the two surfaces. Okay, sixth one, for low velocities the frictional force is independent of magnitude of velocity, but generally the dynamic friction is less than the limiting friction. അത് വെലോസിറ്റിയുടെ കേസാണ് പറയുന്നത്. ലോ വെലോസിറ്റിയുടെ കേസിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആ വെലോസിറ്റി ആയിട്ട് ഡിപ്പെൻഡ് ഒന്നും ചെയ്യുന്നില്ല. വെലോസിറ്റി കുറവാണല്ലോ, മൂവ്മെൻറ്റും കുറവായിരിക്കും. ഇതാണ് 6. ക്ലിയർ ആണല്ലോ. ഇമ്പോർട്ടൻ്റ്, ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ആംഗിൾ ഓഫ് റീപ്പോസും സെയിം ആണെന്നുള്ളത് മറക്കരുത്, തെറ്റിക്കരുതേ. ഓക്കെ, ഫ്രിക്ഷൻ എന്താണെന്ന് പഠിച്ചു, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ നോക്കി, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റീപ്പോസ്, കോൺ ഓഫ് ഫ്രിക്ഷൻ, ലോസ് ഓഫ് ഡ്രൈ ഫ്രിക്ഷൻ. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഈ ആംഗിളും ഈ ഫിഗറും. ഇങ്ങനെ ഒരു ബോഡി തന്നാൽ വരുന്ന ഫോഴ്സുകളെല്ലാം ഇതുപോലെ ആയിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കി വെച്ചിരിക്കണം. ഒരു ബോഡി തന്നാൽ വരുന്ന ഫോഴ്സുകളെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ആംഗിൾ ഇവിടെയാണ് മേയ്ക്കുന്നത്, ഇവിടെയുമുണ്ട്. രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ.